ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗെയിമിംഗ് കൺട്രോളറാണ്. അതായത് ജോയ്സ്റ്റിക്ക് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് PS4 PS5 ഒക്കെ ഗെയിം കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം. ഈ ഒരു കമ്പനീൻ്റെ പേര് എനിക്ക് തോന്നുന്നു കോസ്മിക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സംഭവമാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള ഒരു ട്രിഗർ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത്, സിസ്റ്റത്തിൽ വെച്ച് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രിഗർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്നോ ക്ലിപ്പ് പൊട്ടിപ്പോയാൽ തോന്നുന്നുണ്ട്, ഓട്ടോമാറ്റിക് താഴത്തേക്ക് ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അയച്ചു നോക്കാം. ഉറപ്പൊന്നുമില്ല ഇതിൻ്റെ സ്പെയർ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലോ എന്നുള്ള പറയാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ അയക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൺട്രോളറിന് ഓൾമോസ്റ്റ് ഒരു 2000 സംതിങ്ങോ 3000 സംതിങ് ആണ്ടാണ് റേറ്റ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും അയച്ചു നോക്കാമല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ നോർമലി PS4 PS5 കഴിക്കുന്ന ഒത്തിരി സംഭവം തന്നെയാണ്. പക്ഷേ കുറച്ച് കെയർ ആയിട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചസ് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഉള്ളിൽ അത്ര സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ താഴത്ത് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അയക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ക്ലിപ്പിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പോർഷൻ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സംഭവം വർക്ക് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തം അയച്ച് പുറത്തെടുത്ത് നോക്കുന്ന സമയത്ത് സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഊരിപ്പോയതാണ്. ആ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടുന്നില്ല. ആ ഒരു R2 എന്ന് പറയുന്ന ഒരു ട്രിഗറിൻ്റെ ആ ഒരു സംഭവം മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഗം ചെയ്ത് ഒട്ടിച്ചിട്ട് ഫിക്സ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വീണ്ടും പറയാണ്, ടെമ്പററി ആണ്, പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് ആ ഓട്ടോമാറ്റിക് വർക്കിംഗ് എന്നുള്ളൊരു സംഭവം നമുക്ക് ഇവിടെ ഒഴിവാക്കാം. പക്ഷേ കളിക്കുന്ന സമയത്ത് റഫായിട്ട് യൂസ് ചെയ്യുന്ന നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല. ഇത് അത്രയും പൈസയും കൊടുത്ത് പുതിയൊന്ന് വാങ്ങിക്കുന്നതിന് കാട്ടി നേരം നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ ഈ സംഭവം ഓക്കെ ആക്കി എടുക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ സാധനം ഫുള്ള് ഗമ്മ് കാര്യങ്ങൾ സൂപ്പർ ഗ്ലൂ കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ച് ഫുള്ള് സെറ്റാക്കി എന്നതിന് ശേഷം സാധനം ഫുള്ള് ഇതിൻ്റെ ക്ലിപ്പ് ഇഞ്ചസ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തിട്ട് എന്നതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം യാതൊരു കുഴപ്പമില്ല. സാധനം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റിട്ടേൺ വരുന്നുണ്ട്. കാരണം നേരത്തെ മുന്നേ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കുടുങ്ങി പോകാന്നുള്ളതാണ്. പക്ഷേ ഇപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്കത് ആ ഒരു ആക്ഷൻ്റെ കാര്യങ്ങൾ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ സ്ട്രിപ്പല്ല, സെപ്പറേറ്റ് ബോർഡാണ്. PS4ൻ്റെ ഒക്കെ ഒരു സ്ട്രിപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ബോർഡ് തന്നെയാണ് സെപ്പറേറ്റ്. അതുകൊണ്ട് ബോർഡ് കാര്യങ്ങൾ ഡാമേജ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് അതിന് ശേഷം മാറ്റിയതിന് ശേഷം നമ്മൾ വേറെ സിസ്റ്റത്തിലിട്ട് ചെക്ക് ചെയ്ത് നോക്കി സാധനങ്ങൾക്ക് ഓട്ടോമാറ്റിക് വർക്കിങ്ങും ഇല്ല. എന്നതിന് ശേഷം നമ്മൾ മാറ്റിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഉള്ളിൽ നിന്ന് ഡാമേജ് ആയിട്ട് ഒട്ടിച്ചൊരു സംഭവം, അതും യാതൊരു പ്രശ്നമില്ല, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗെയിമിംഗ് കൺസോൾ PS4 PS5 ഇനി അതല്ല എക്സ്ബോക്സ് അങ്ങനത്തെ ഗെയിമിംഗ് കൺസോളായിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളോ ഇനി ലാപ്ടോപ്പോ വാച്ച് ഹെഡ്സെറ്റ് ഇനി അതല്ല നിങ്ങളെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്തോളി. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബയോയിലുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് സാധനം സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോസ് നമ്മുടെ പേജിലുണ്ട്, കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം.